ഞാൻ ഡാളസിൽ താമസിക്കുന്ന തമ്പിയാണ്. അവിടെ ബിസിനസ് ചെയ്യുന്നു. കൺസ്ട്രക്ഷൻ കമ്പനിയാണ്. 2 ബിസിനസ്സുകൾ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. ദൈവനാമത്തിൽ തുടങ്ങി ദൈവനാമത്തിൽ തമ്പുരാൻ തന്ന എല്ലാ അനുഗ്രഹങ്ങളും ആണ്. അല്ലെങ്കിൽ നാട്ടിൽ നിന്ന് വന്ന എനിക്ക് അമേരിക്കയിലൊരു ബിസിനസ് തുടങ്ങാനും 2 ആക്കാനും മക്കളെ പഠിപ്പിക്കാനും ഒന്നും അനുഗ്രഹങ്ങൾ കിട്ടില്ല. തമ്പുരാൻ എന്നോടുകൂടി ഉണ്ടായിരുന്നു. വന്ന നാൾ മുതൽ ഇവിടെ കോൺഫറൻസിന് വന്നതാണ്. ഹൂസ്റ്റണിൽ, അറ്റ്ലാന്റയിൽ CSI കോൺഗ്രിഗേഷൻ ഓഫ് ഡാളസെ സംബന്ധിച്ച് അറ്റ്ലാന്റയിൽ വന്നു. കോൺഫറൻസ് കൂടി തിരിച്ചു പോകുന്ന സമയത്ത് എൻ്റെ സഹോദരൻ അങ്ങേർക്കൊരു റെക്കോർഡിങ് വേണമെന്ന് പറഞ്ഞു. അത് കൊടുക്കുകയാണ്. ഡാളസിൽ വന്ന നാൾ മുതൽ ഷിക്കാഗോ മുതൽ പള്ളിയാണ് നമ്മുടെ ആധാരം. പള്ളി വെക്കുക, പള്ളി കാര്യങ്ങൾ നോക്കുക, അതുമാത്രമാണ് ഭൗതികമായി ആത്മീയമായും ചെയ്യുവാനായിരുന്ന കാര്യം. അതുകൊണ്ട് ദൈവം തമ്പുരാൻ ഭൗതികമായി അടിയനെ ഉയർത്തി എന്ന് മാത്രമേ എനിക്ക് പറയുവാനുള്ളൂ. ഡാളസിൽ വരുന്നതിന് മുമ്പ് ഷിക്കാഗോയിൽ അവിടെ പള്ളി തുടങ്ങി. അവിടെ 7 വർഷം പള്ളി വാങ്ങുന്ന സമയമായപ്പോൾ തമ്പുരാൻ എന്നെ ഡാളസിലേക്ക് ഓടിച്ചു. ഡാളസിൽ സഭയുടെ കാര്യം പറഞ്ഞാൽ അന്ന് കലങ്ങി മറിഞ്ഞ് കിടക്കുന്ന ഒരു സമയമായിരുന്നു. നൈനാമറീസ് അച്ഛനും KS ജോറി അച്ഛനും ഈപ്പനച്ഛനും എല്ലാം അങ്ങനെ പല അച്ഛന്മാരുടെ അധീനതയിൽ പള്ളികൾ ഓടിക്കൊണ്ടിരുന്ന സമയത്ത് അടിയൻ അതിനിടയ്ക്ക് വരുവാനും പല കാര്യങ്ങൾ പല വിധത്തിൽ തുടങ്ങുവാനും പലരെ കാണുവാനും. അതിൽ 3 പേരുണ്ട്. തമ്പി കോളനി, അല്ലെങ്കിൽ കാനങ്കാരൻ തമ്പി, കൊടുകുളഞ്ഞിക്കാരൻ ജോസി, ഞാൻ, അങ്ങനെ 3 പേര് ഇവിടെ ഉണ്ടായി. ഷിക്കാഗോയിൽ ഒരു സാമുവൽ ജോൺസണും മാത്യൂസും തമ്പിയും, അവിടെയും 3 പേര്. അത് ദൈവം തമ്പുരാൻ്റെ ഒരു പ്രവർത്തനമാണ് എന്ന് ഞാൻ ചിന്തിച്ചു. അങ്ങനെ അവിടെയും പള്ളി നന്നായി പോകുന്നു. ആ പള്ളികൾ ഇന്ന് ഇവിടെ ഡാളസിലും CSI കോൺഗ്രിഗേഷൻ ഓഫ് ഡാളസ് ഉണ്ടായി. അത് കഴിഞ്ഞ് അവർ 65 പേര് വിട്ടേച്ചു പോയ സമയത്ത് ഞങ്ങൾ 2 പേര്, തമ്പിയും കോളനി തമ്പി, അതായത് കാനം തമ്പിയും ഞാനും കൂടി തന്നെത്താൻ അധ്വാനിച്ച് പള്ളികൾ ശരിയാക്കി. കുറേ പുതിയതായിട്ടൊരു 2-3 ഫാമിലിയോട് വന്നു. അവരുടെയും സഹായം ഉണ്ടായിരുന്നു. എങ്കിലും ദൈവം സഹായിച്ചു. ആ പള്ളി വിറ്റു, പുതിയൊരു പള്ളി വാങ്ങി. ഇത്രത്തോളം ദൈവം തമ്പുരാൻ നടത്തി. അതാണ് CSI കോൺഗ്രിഗേഷൻ ഓഫ് ഡാളസ്. അത് ഇന്ന് 84 മെമ്പേഴ്സുള്ള ഒരു പള്ളിയായി മാറി. പക്ഷെങ്കിൽ കശാവിശ മലയാളികളുടെ സ്വഭാവം അടി മാറുകയില്ല. ഈപ്പനച്ചൻ്റെ പള്ളിയിൽ നിന്ന് വിട്ടു വന്ന മഹാജനങ്ങൾ 1-2 ഈ സ്റ്റുഡൻറ്റ് വിസയിൽ വന്ന വിദ്വാൻമാരുണ്ട്. അവരാണ് ലോകം മുഴുവൻ പിടിച്ചടക്കിയതെന്ന് അവർക്ക് തോന്നുന്ന വേലകൾ പ്രവർത്തിക്കുന്നുണ്ട്. അവർ ഇങ്ങനെ ചെയ്തുകൊണ്ടുണ്ട്. അവരെല്ലായിടത്തും ചെയ്തു. കഴിഞ്ഞ 50 വർഷം അവർ പള്ളി ഉണ്ടാക്കുകയും പൊളിക്കുകയും പിള്ളേരെ പഠിപ്പിക്കുകയും സൺഡേ സ്കൂൾ പഠിപ്പിക്കുകയും ഒക്കെ ചെയ്തു. വേറെ ആർക്കും വിട്ടുകൊടുക്കത്തില്ല. അവർ ഇന്നും പള്ളിയിലുണ്ട്, ആർക്കും വിട്ടുകൊടുക്കത്തില്ല. അച്ഛന്മാരെ അവരാണ് സംരക്ഷിക്കുന്നതാണ്. വല്ലോൻ്റെയും വീതി വാ എൻ്റെ വിളമ്പ് കാണാനെന്ന് പറയുന്ന സ്വഭാവമുള്ള കുറേ പേരുണ്ട്. CSIക്കാരുടെ സ്വഭാവം അത് മാറുകയുമില്ല. അത് നിങ്ങൾ പഠിച്ചു നോക്കുക. CSIക്കാർക്ക് എല്ലാവർക്കും മനസ്സിലാകും. CSIയിലെ എല്ലാ ആൾക്കാരും, ഹൂസ്റ്റനായാലും ഡാളസ് ആയാലും ന്യൂയോർക്ക് ആയാലും വേറൊരാൾക്ക് വിട്ടുകൊടുക്കുന്ന സ്വഭാവമില്ല. തേൻ കൊടുത്താലും പറയുമോ അതിനകത്ത് ഏതാണ്ട് കാഞ്ഞിരക്കുരു അരച്ച് ചേർത്തതാണെന്ന് പറയുന്ന സ്വഭാവമുള്ള മലയാളി എവിടെ ചെന്നാലും
നന്നാകുകയില്ല. വീട്ടിലും അടിയുണ്ടാക്കും, നാട്ടിലും അടിയുണ്ടാക്കും. പിന്നെ വേറൊരു കാര്യമുണ്ട്, വീട്ടിൽ ചെന്ന് പറഞ്ഞാൽ ഭാര്യമാർ നല്ലതുപോലെ പെരുമാറും. അതുകൊണ്ട് പള്ളികളിൽ വഴക്കമുണ്ടാക്കാൻ മാത്രം പോകുന്ന മലയാളികളുമുണ്ട്. അവരെ സൂക്ഷിക്കുക, അതുമാത്രമേ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. ദൈവം തമ്പുരാൻ ഓരോരുത്തരെയും നടക്കട്ടെ. ബിസിനസ് വിധത്തിൽ അമേരിക്കൻ ബിൽഡേഴ്സ് ഓഫ് ടെക്സസും അമേരിക്കൻ ലാൻഡ് ഡെവലപ്പേഴ്സ് ആൻഡ് ഹോം ബിൽഡേഴ്സ്, അങ്ങനെ 2 കമ്പനിയുണ്ട്. ദൈവം തമ്പുരാൻ്റെ അനുഗ്രഹം കൊണ്ട് അത് നടത്തുന്നു. ജോലിക്കാരുണ്ട്, കാര്യങ്ങൾ നടക്കുന്നു. ദൈവം തമ്പുരാൻ അനുഗ്രഹിക്കുന്നു. മക്കൾ ഒക്കെ ഓരോ വിധത്തിൽ പഠിച്ചു, അവരവരവരുടെ ജോലികൾ ചെയ്യുന്നു. എൻജിനീയേഴ്സായും ഡോക്ടേഴ്സായിട്ടും ഒക്കെ ദൈവം തമ്പുരാൻ അവരെ ആക്കി തീർത്തതിൽ എന്നും തമ്പുരാനോട് ഞാൻ കടപ്പെട്ടിരിക്കുന്നു. എല്ലാ ജനങ്ങൾക്കും നന്ദി. നാട്ടിലെവിടാന്ന് പോകുന്നത് പറഞ്ഞില്ലല്ലോ. പുല്ലാട്. പുല്ലാടല്ലേ? ഇപ്പൊ ആരെങ്കിലും ഉണ്ടോ നാട്ടില്? നാട്ടിൽ ആരുമില്ല. ആരുമില്ല. പക്ഷേ പുല്ലാട്ടിലാണ്. പുല്ലാടാണ് വീട്. കുടുംബത്തോട് സ്ഥലം അവിടെ കിടപ്പുണ്ട്. അച്ഛനെ അവസാനം എന്നാ പോയത്? ഇപ്പം 4 വർഷം മുമ്പ്. കോവിഡിന് മുമ്പാ പോയത്. ശരി. ഹ്യൂസ്റ്റണിലെ ഡാലസിൽ അച്ഛനെ ഇപ്പൊ ആരോഗ്യപരമായിട്ട് ഡ്രൈവ് ചെയ്യുന്നതിനൊന്നും ഒരു കുഴപ്പമില്ല. എല്ലാ കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും 76-ാം വയസ്സിലും ഞാൻ തന്നെ ചെയ്യുന്നു. ഈ കോൺഫറൻസിലെ അച്ഛൻ എത്ര പേരാ വന്നത്? നിങ്ങൾ ഡാലസിൽ? ഞങ്ങൾ ഏകദേശം 10 പേരുണ്ടായിരുന്നു. 10 ഫാമിലി, 10 പേരോളം വന്നിട്ടുണ്ട്. ശരി. എങ്ങനെയുണ്ടായിരുന്നു അറ്റ്ലാന്റ? ഡാലസ് കോൺഫറൻസ് ഞങ്ങൾ ചെറിയ പള്ളിയൊന്നുമല്ലോ. ഈ അറ്റ്ലാന്റ പള്ളി ചെറിയ പള്ളിയാണ്. അവരെ വളരെ നീറ്റായിട്ട് കഷ്ടപ്പെട്ട് നടത്തി. നല്ല പാർട്ടിസിപ്പേഷൻ ആയിരുന്നു. വളരെ സന്തോഷം. കാലാവസ്ഥ നല്ലതായിരുന്നു. കുറെ പേര് ഹൂസിന് പോകുന്നവര് പിന്നെ ഹുറിക്കെയിൻ വരുന്നതിന് മുമ്പ് അങ്ങ് പോകാൻ വേണ്ടി നോക്കി നിൽക്കുകയാണ്. ഇല്ല, ഈ പ്രാവശ്യം ഇല്ലെന്ന് തോന്നുന്നു. കോർപ്പസ് ക്രിസ്റ്റി വഴി. ഓക്കെ. വളരെ സന്തോഷം വെച്ചാൽ ഞങ്ങളോട് സഹകരിച്ചതിന് 2 വാക്ക് പറഞ്ഞതിന് ഒത്തിരി സന്തോഷം. താങ്ക് യു. ഗാഡ് ബ്ലെസ് യു.